ഡീമൺ സ്ലെയർ ആനിമേത്തെ വൺ ഓഫ് ദ ക്യാരക്ടർ ആയിട്ടുള്ള കൈഗാക്കിന് പറ്റിയുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീമൺ സ്ലെയർ മാഗി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അത് ആലോചിച്ച് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ് നമ്മുടെ ഡീമൺ സ്ലെയർ ഈ ഒരു കൈഗാക്കു എന്ന് പറയുന്നത്? ആദ്യം തന്നെ നമ്മൾ കൈഗാക്കു എന്ന് പറയുന്നത് ഒരു ഓർഫണാണ്. സോ ഈ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മോഷ്ടിച്ചിട്ടും അതുപോലെ തന്നെ കിട്ടുന്ന ഭക്ഷണം എല്ലാം ഭക്ഷിച്ചിട്ടായിരുന്നു ഇവനെ ഒരു ഡീമൺ സ്ലെയർ വേൾഡിൽ തന്നെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. സോ ഇവൻ്റെ ഈ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ആശയമായിട്ടുള്ള ഗ്യോമെ ഇവനെ കണ്ടുമുട്ടുന്നതോ അതുപോലെ തന്നെ ഇവൻ്റെ ഈ ഒരു ഓർഫൻസ് മാത്രമേ നടത്തുന്ന ടെമ്പിളിലേക്ക് നമ്മുടെ കൈഗാക്കിനെ ക്ഷണിക്കുന്നു. നമ്മൾ ഗ്യോമെ നടത്തുന്ന ഈ ടെമ്പിളിലെ മെയിൻ റൂൾ എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഒരു ടെമ്പിളിലെ സ്റ്റുഡൻസ് പുറത്തിറങ്ങാൻ പാടില്ല. എന്നാൽ ഈ ഒരു റൂൾ തന്നെ നമ്മുടെ കൈഗാക്കു ഒരിക്കൽ ബ്രേക്ക് ചെയ്യണം. സോ ആ ദിവസം രാത്രി തന്നെ ഒരു ഡീമൺ നമ്മുടെ കൈഗാക്കിനെ കൊല്ലാൻ വരികയാണ്. എന്നാൽ നമ്മൾ കൈഗാക്കു തൻ്റെ ജീവന് പകരം ഈ ഒരു ടെമ്പിളിലുള്ള സ്റ്റുഡൻസിൻ്റെ ജീവൻ തന്നെ ഓഫർ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ കൈഗാക്കു തന്നെ ഈ ഒരു ടെമ്പിളിലേക്കുള്ള എൻട്രി ഈ ഡീമിനെ കാണിച്ചു കൊടുക്കുകയാണ്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ സീസൺ 4 നമ്മുടെ ഗ്യോമൻ്റെ പാസ്റ്റിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു കാര്യങ്ങൾക്ക് ശേഷം നമ്മുടെ കൈഗാക്കു ഫോർമ തണ്ടർ അതുപോലെ തന്നെ നമ്മുടെ സെനിസിൻ്റെ മാസ്റ്ററും കൂടി ആയിട്ടുള്ള കുവാജിമിൻ്റെ കീഴിൽ തണ്ടർ ബ്രീത്തിങ് പഠിക്കാൻ എത്തുകയാണ്. സോ ആദ്യമായിട്ട് നമ്മുടെ കുവാജിമിൻ്റെ കീഴിൽ തണ്ടർ ബ്രീത്തിങ് പഠിക്കാൻ എത്തുന്നത് നമ്മുടെ കൈഗാക്കുവാണ്. സോ അതിന് ശേഷമാണ് നമ്മുടെ സെനിസ് വരുന്നത് തന്നെ. നമ്മുടെ സെനിസും അതുപോലെ തന്നെ കൈഗാക്കുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെനിസിന് ആകെ ഫസ്റ്റ് ബേസിക് ഫോം ആയിട്ടുള്ള ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ നമ്മുടെ കൈഗാക്കുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവൻ ഫസ്റ്റ് ബേസിക് ഫോം ഒഴിച്ച് ബാക്കി എല്ലാ ഫോമും തണ്ടർ ബ്രീത്തിങ്ങിന് എല്ലാ ഫോമും യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കൈഗാക്കു വിചാരിക്കുന്നത് താൻ സെനിസിനും കൂടി കൂടുതൽ പവർഫുൾ ആണ്, അതുപോലെ തന്നെ കൂടുതൽ സ്ട്രോങ്ങർ ആണെന്നാണ് നമ്മുടെ കൈഗാക്കു വിചാരിച്ചിരുന്നത്. ബട്ട് നമ്മുടെ ഫോർമൽ തണ്ടർ അതുപോലെ തന്നെ ഇവൻ്റെ മാസ്റ്ററും കൂടി ആയിട്ടുള്ള കുവാജിമ നമ്മുടെ കൈഗാക്കുവിന് മാത്രമല്ല മറിച്ച് നമ്മുടെ സെനിസിനെയും തനിക്ക് ശേഷമുള്ള സക്സസറായിട്ട് കണക്കാക്കിയിരുന്നു. സോ ഈ ഒരു കാര്യം നമ്മുടെ കൈഗാക്കുവിന് തീരെ യോജിക്കാൻ സാധിക്കില്ല. അടുത്തതായി നമ്മുടെ കൈഗാക്കു ചെയ്യുന്നത് ഈ ഒരു പൊസിഷനെക്കാട്ടി കൂടുതൽ സ്ട്രോങ്ങർ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈഗാക്കു നമ്മുടെ ഡീമൺ സ്ലെയർ ക്രോപ്സ് ചേരുകയാണ്. സോ ഈ ഒരു ടൈമിലേക്കായിരുന്നു നമ്മുടെ അപ്പർ മൂൺ 6 ആയിട്ടുള്ള നമ്മുടെ ആക്കിയും ക്യൂട്ടനും മരിക്കുന്നത് തന്നെ. പിന്നീട് ഒരു മിഷനിൽ വെച്ചിട്ട് നമ്മുടെ കൈഗാക്കു നമ്മുടെ അപ്പർ മൂൺ 1 ആയിട്ടില്ല കൊക്കുഷിബിനെ കാണുകയാണ്. സോ ഈ ഒരു അപ്പർ മൂൺ 1 കൊല്ലുന്ന പകരം ആളുടെ പവർ തിരിച്ചറിഞ്ഞ് നമ്മുടെ കൈഗാക്കു അപ്പം തന്നെ കീഴടങ്ങുകയാണ്. സോ ഈ ഒരു കാര്യം കണ്ട് നമ്മൾ അപ്പർ മൂൺ 1 ആയിട്ടുള്ള കൊക്കുഷിബു ആളുടെ ബ്ലഡ് ഓഫർ ചെയ്യുകയാണ്. സോ ഈ ഒരു ബ്ലഡ് ഫുൾ കൺസ്യൂം ചെയ്താൽ നീ ഒരു ഡീമൺ ആകുക അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് നീ മരിക്കുക പറഞ്ഞിട്ട് ഒരു ഓഫർ കൊടുക്കുകയാണ്. സോ ഒബ്വിയസ്ലി നമ്മുടെ കൈഗാക്കു തൻ്റെ ലൈഫിനെ പേടിച്ചിട്ട് നമ്മൾ അപ്പർ മൂൺ 1 കൊടുത്തിട്ട് ഒരു ബ്ലഡ് ഫുൾ ഒരു ഡ്രോപ്പ് കൂടി കളയാണ്ട് എൻ്റെ ഫുൾ കൺസ്യൂം ചെയ്യാണ്. സോ അങ്ങനെ നമ്മുടെ കൈഗാക്കു ഇപ്പോഴത്തെ അപ്പർ മൂൺ 6 ആയി മാറുന്നത്. സോ കുറച്ച് പേർക്കെങ്കിലും ആരാണ് ഈ കൈഗാക്കു എന്ന് പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യേണ്ട കാര്യം ഒന്നും പരിഗണിക്കുക. സോ അത്രേ ഉള്ളൂ.